ആദ്യം തന്നെ ആഷ്ലി വെസ്റ്റ്വുഡിനെ കുറിച്ച് സംസാരിക്കാമല്ലോ. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഈ ഒരു അപ്പോയിന്റ്മെന്റ് കൺഫേം ആയപ്പോഴത്തേക്കും ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു. BFC എവേ മാച്ച് എന്തായാലും നല്ല എക്സൈറ്റിംഗ് ആയിരിക്കും. കാരണം പുള്ളിക്ക് അറിയാവുന്ന ഒരു ക്ലബ്ബ്, പുള്ളിക്ക് ഒരുപാട് ചരിത്രമുള്ള ഒരു ക്ലബ്ബ് നമ്മളെ മാനേജ് ചെയ്യാൻ വരുന്നു. ഇങ്ങനെ ഒരു സീസണിൽ നമ്മൾ അവിടെ ഒരിക്കലും ജയിച്ചിട്ടുമില്ല. ഒരു ന്യൂ മാനേജർ ബൗൺസ് എവിടെയെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഡീപ്പ് ഡൗൺ ഇൻസൈഡ് നമ്മളെല്ലാവരും ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഞാനത് ആരുടെടുത്തും പുറത്തു പറഞ്ഞില്ല. എന്തായാലും ആ ഒരു ചെറിയ പ്രതീക്ഷ ഈ കളിയിലും ഉണ്ടായിരുന്നു. കളി തുടങ്ങിയപ്പോഴത്തേക്കും ആ ഒരു ഓപ്പണിംഗ് ഗോൾ കൺസീഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ ക്രെഡിറ്റ് ടു ആഷ്ലി, ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് ആ സെക്കൻഡ് ഹാഫിൽ ഈ ടീമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ്. BFCക്ക് ഓബിയസ്ലി ആ ഒരു ന്യൂമറിക്കൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ആൻഡ് അത് കംപ്ലീറ്റ്ലി നമ്മൾ എക്സ്പ്ലോയിറ്റും ചെയ്തു. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ നമ്മൾ കളി തുടങ്ങിയതായിക്കോട്ടെ, പിന്നെ എബിൻ കൊണ്ടുവന്ന ആ ഒരു എനർജി, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ നമ്മുടെ ഈക്വലൈസർ കണ്ടെത്തി. അതിനുശേഷം ആ വിന്നിംഗ് ഗോളും വന്നു. അത് ശരിക്കും ഒരു മെമ്മറബിൾ മൊമെന്റ് തന്നെയായിരുന്നു. കന്തിരവേല നമ്മുടെ ആദ്യത്തെ ജയം, അത് ഇങ്ങനൊരു സീസണിൽ അവരുടെ ക്ലബിന്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു മാനേജർമാരിൽ ഒരാൾ നമുക്ക് സമ്മാനിക്കുമ്പോൾ അതിന്റെ മധുരം കുറച്ചൊന്ന് കൂടുതൽ തന്നെയാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ ഹൈപ്പ് ഒന്നും കേറ്റുന്നില്ല. ആഷ്ലി വെസ്റ്റ്വുഡ് വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു മാനേജറാണ്. ഈ ഒരു റിസൾട്ടോട് കൂടി തന്നെ നമുക്ക് റെലഗേഷൻ ബാറ്റിൽ കുറച്ചൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവും നമ്മുടെ ജോലി ഇവിടെ ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന്. ഇനിയും ഒരുപാട് മത്സരങ്ങൾ വരാനുണ്ട്. ഈ ഒരു ജയം കൊണ്ട് മാത്രം നമ്മൾ ഈ പ്രതിസന്ധി തരണം ചെയ്തെന്ന് ഒരിക്കലും പറയാനാവില്ല. അതൊരു കോൺഫിഡൻസ് എന്തായാലും കളിക്കാർക്ക് നൽകും. ആൻഡ് ആ ഒരു കോൺഫിഡൻസ് ശരിക്കും ഈ ക്ലബിലേക്ക് ഇപ്പൊ തിരിച്ചു കൊണ്ടുവന്നിരിക്കും ആഷ്ലി വെസ്റ്റ്വുഡ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പൊ തന്നെ പുള്ളിക്ക് എല്ലാം എഴുതി കൊടുത്ത് അടുത്തൊരു സീസൺ ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ പെർമനന്റ് മാനേജർ ആക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അതിന് ഇനിയും റിസൾട്ടുകളുടെ ആവശ്യമുണ്ട്. പക്ഷേ ഈ റിസൾട്ടിൽ ഒരു കാവ്യനീതി ഉണ്ട്. എൻ്റെ ഉള്ളിലെ ആരാധകന് അത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ ആവുകയുമില്ല. ബംഗളൂരു FC-യുടെ കന്തിരവ സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ആദ്യ വിജയം അവരുടെ ഗോഡ് ഫാദറായ ആഷ്ലി വെസ്റ്റ്വുഡ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു.